പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ മാട്രിക്സസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിരുന്നു. ആ 2 വീഡിയോസും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോ പോസ് ചെയ്ത് നോട്ട് എഴുതിയെടുക്കുക. ആ നോട്ട് നിങ്ങൾ പഠിച്ചു മാറുക. ആദ്യത്തെ 2 വീഡിയോസും കണ്ടതിന് ശേഷം മാത്രമേ മൂന്നാമത്തെ വീഡിയോ നിങ്ങൾ കാണാവൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാട്രിക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാട്രിക്സസ് പരിചയപ്പെട്ടു. മാട്രിക്സ് സിസ്റ്റത്തിലെ അഡിഷൻ, മാട്രിക്സ് ഓപ്പറേഷൻസ് ആയ മാട്രിക്സ് അഡിഷൻ, മാട്രിക്സ് സബ്ട്രാക്ഷൻ, സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഇത് 3 നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. പോസിറ്റീവ് ഇൻറ്റിജർ പവർ ഓഫ് എ സ്ക്വയർ മാട്രിക്സ്. ഇതാണ് നമ്മൾ അടുത്ത ഭാഗം എന്ന് പറയുന്നത്. പോസിറ്റീവ് ഇൻറ്റിജർ പവർ ഓഫ് എ സ്ക്വയർ മാട്രിക്സ്. ഒരു സ്ക്വയർ മാട്രിക്സിൻ്റെ പോസിറ്റീവ് ഇൻറ്റിജർ പവർ അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റഗ്രൽ പവർ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഇഫ് എ ഈസ് എ സ്ക്വയർ മാട്രിക്സ്, ദെൻ വി ഡിഫൈൻ എ റൈസ് ടു 1 ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ ക്യൂബ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എ റൈസ് ടു 4 ഈസ് ഈക്വൽ ടു എ ക്യൂബ് ഇൻറ്റു എ എക്സെട്ര. ഇങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് പവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്ക്വയർ മാട്രിക്സിൻ്റെ പോസിറ്റീവ് പവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എ റൈസ് ടു 1 ഈസ് ഡിഫൈൻഡ് ആസ് എ സ്ക്വയർ ഈസ് ഡിഫൈൻഡ് ആസ് എ ഇൻറ്റു എ ക്യൂബ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്ക്വയർ ഇൻറ്റു എ റൈസ് ടു 4 ഈസ് ഡിഫൈൻഡ് ആസ് എ ക്യൂബ് ഇൻറ്റു എ എക്സെട്ര. Also we define a raised to 0 is equal to in, where n is the order of a. എന്ന് പറയുന്ന ഒരു സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ n ആണെങ്കിൽ, എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ n ആണെങ്കിൽ എ റൈസ് ടു 0 ഈസ് ഡിഫൈൻഡ് ആസ് ഐഡൻറ്റിറ്റി മാട്രിക്സ് ഓഫ് ഓർഡർ n എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എ റൈസ് ടു 0 ഈസ് ഡിഫൈൻഡ് ആസ് in. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഇഫ് എ ഈസ് എ സ്ക്വയർ മാട്രിക്സ് and m and n are positive integers, then a raised to m into a raised to n is equal to a raised to m plus n ആയിരിക്കും. അതുപോലെ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം എന്നോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഐ റൈസ് ടു എൻ എന്ന് പറയുന്നത് ഐയോട് ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി മാട്രിക്സിൻ്റെ ഏത് പവർ എടുത്താലും, ഐ സ്ക്വയർ കണ്ടാലും ഐ ക്യൂബ് കണ്ടാലും എല്ലാം ഐ തന്നെയായിരിക്കും. ഐയുടെ ഏത് പവറും ഐ തന്നെയായിരിക്കും. ഇത് ഓർത്തിരിക്കുക നിങ്ങൾ. നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. അടുത്ത ഏരിയയിലേക്ക് പോകാം. ജനറൽ ഫോം ഓഫ് ആൻ എം ബൈ എൻ മാട്രിക്സ്. ഒരു എം ബൈ എൻ മാട്രിക്സിൻ്റെ ജനറൽ ഫോമാണ് താഴെ എഴുതിയിരിക്കുന്നത്. ജനറൽ ഫോം ഓഫ് ആൻ എം ബൈ എൻ മാട്രിക്സ്. എ ഈക്വൽസ് മാട്രിക്സ് A11, A12, A13 എക്സെട്ര A1n, A21, A22, A23 എക്സെട്ര A2n, M1 എക്സെട്ര എക്സെട്ര എക്സെട്ര. അവസാനം റോ ഇങ്ങനെയാണ് AM1, AM2, AM3 എക്സെട്ര AMN. ഇവിടെ റോസിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ 1, 2, 3 എക്സെട്ര എം ആണ്. അപ്പോൾ എം റോസ് ഉണ്ട്. കോളംസിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ 1, 2, 3 എക്സെട്ര എൻ ആണ്. അപ്പോൾ എൻ കോളംസ് ഉണ്ട്. അപ്പോൾ ഈ മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എം ബൈ എൻ ആണ്. അപ്പോൾ ഒരു എം ബൈ എൻ മാട്രിക്സിൻ്റെ ജനറൽ ഫോം ഓർത്തിരിക്കുക നിങ്ങൾ. നമ്മൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രിയെ സൂചിപ്പിക്കാൻ A11 ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എൻട്രീനെ സൂചിപ്പിക്കാൻ A12 ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് റോയിലെ തേർഡ് എൻട്രിയെ സൂചിപ്പിക്കുന്ന A13 ആണ്. അങ്ങനെ അപ്പോൾ ഫസ്റ്റ് റോയിലെ ആൾക്കാരെ സൂചിപ്പിക്കാൻ A11, A12, A13 എക്സെട്രയാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് റോയിലെ ആൾക്കാരെ സൂചിപ്പിക്കാൻ A21, A22, A23 എക്സെട്രയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എം ബൈ എൻ മാട്രിക്സിൻ്റെ ജനറൽ ഫോം ഒന്ന് ഓർത്ത് വെച്ചേക്കണം നിങ്ങൾ. ജനറൽ ഫോം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലംസ് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, ഇതുവരെ പറഞ്ഞത് മാട്രിക്സ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാട്രിക്സസ്, മാട്രിക്സ് അഡിഷൻ ഡിഫൈൻ ചെയ്തു, സബ്ട്രാക്ഷൻ ഡിഫൈൻ ചെയ്തു, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തു, പോസിറ്റീവ് ഇൻറ്റഗ്രൽ പവർ ഓഫ് എ സ്ക്വയർ മാട്രിക്സ് ഡിഫൈൻ ചെയ്തു, സീറോ പവർ ഡിഫൈൻ ചെയ്തു. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. Construct a 3/2 matrix whose general element Aij equals I plus j the whole square. ഇതാണ് ചോദ്യം. നമുക്കൊരു 3/2 മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. അതിൻ്റെ ജനറൽ എലിമെൻറ്റ് Aij എന്ന് വെച്ചാൽ ith റോയിലെ jth എലിമെൻറ്റ് എന്ന് പറയുന്നത് I plus j the whole square ആണ്. Aij എന്ന് പറയുന്നത് I plus j the whole square ആണ്. നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് 3/2 മാട്രിക്സ് ആണ്. ആൻസറിലേക്ക് പോകാം. ലെറ്റ് എ സമം A11, A12, A21, A22, A31, A32 ബി ദ റിക്വയർഡ് മാട്രിക്സ്. നമുക്ക് വേണ്ട മാട്രിക്സ് ഇത് 3/2 മാട്രിക്സ് ആണ്.
3 rows and 2 columns ഉണ്ട്. 3 റോസും 2 കോളംസും ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട മാട്രിക്സ് ഇതാണെന്നിരിക്കട്ടെ. ലെറ്റ് A11, A12, A21, A22, A31, A32 ബി ദ റിക്വയർഡ് മാട്രിക്സ്. ഇവിടെ പറയുന്നു അവർ പറഞ്ഞിരിക്കുന്നത് AI എന്ന് പറയുന്നത് I+J ദ ഹോൾ സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് A11 എന്ന് പറയുന്നത് 1+1 ദ ഹോൾ സ്ക്വയർ, അത് 4 ആയിരിക്കും. A12 എന്ന് പറയുന്നത് 1+2 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ആയിരിക്കും. ഇവിടെ AI എന്ന് പറയുന്നത് I+J ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ A11 എന്ന് പറയുമ്പോൾ 1+1 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് 2 സ്ക്വയർ 4 ആയിരിക്കും. A12 എന്ന് പറയുമ്പോൾ 1+2 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് 3 സ്ക്വയർ 9 ആയിരിക്കും. A21 എന്ന് പറയുമ്പോൾ 2+1 ദ ഹോൾ സ്ക്വയർ, 3 സ്ക്വയർ ദാറ്റ് ഈസ് 9 ആയിരിക്കും. A22 എന്ന് പറയുമ്പോൾ 2+2 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 16. A31 എന്ന് പറയുമ്പോൾ 3+1 ദ ഹോൾ സ്ക്വയർ, അതും 16. A32 എന്ന് പറയുമ്പോൾ 3+2 ദ ഹോൾ സ്ക്വയർ, അത് 25 ആയിരിക്കും. ഇതെല്ലാം നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ റിക്വയർഡ് മാട്രിക്സ് എന്ന് പറയുന്നത് മാട്രിക്സ് 4, 9, 9, 16, 16, 25. ഇതാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന 3/2 മാട്രിക്സ്. 3/2 മാട്രിക്സ്. അടുത്ത ചോദ്യം, കൺസ്ട്രക്ട് എ 3/4 മാട്രിക്സ് ഹൂസ് ജനറൽ എലിമെൻറ്റ് ഈസ് AIJ ഈസ് ഈക്വൽ ടു 2I മൈനസ് ജെ. AIJ ഈക്വൽ ടു 2I മൈനസ് ജെ. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാം. തൊട്ട് മുന്നേ ചെയ്തിരിക്കുന്ന പ്രോബ്ലം പോലെ തന്നെയാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. 2 ഇൻറ്റു മാട്രിക്സ് XZYT പ്ലസ് 3 ഇൻറ്റു മാട്രിക്സ് 1 മൈനസ് 1 0 2 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു മാട്രിക്സ് 3 5 4 6. ഫൈൻഡ് XYZ ആൻഡ് T. ഇത് രണ്ടും തുല്യമാണെങ്കിൽ എക്സും വൈയും ഇസഡും ടിയും കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം. നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. ഇത് രണ്ടും തുല്യമാണെന്നിരിക്കട്ടെ. ലെറ്റ് 2 ഇൻറ്റു മാട്രിക്സ് XZYT പ്ലസ് 3 ഇൻറ്റു മാട്രിക്സ് 1 മൈനസ് 1 0 2 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു മാട്രിക്സ് 3 5 4 6. 2 ഇൻറ്റു ഈ മാട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാട്രിക്സ് 2X 2Z 2Y 2T ആണ്. 3 ഇൻറ്റു ഈ മാട്രിക്സ് എന്ന് പറയുമ്പോൾ മാട്രിക്സ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ 3 ഇൻറ്റു ഈ മാട്രിക്സ് എന്ന് പറയുമ്പോൾ അതൊരു മാട്രിക്സ് ആണ്. ആ മാട്രിക്സ് കിട്ടുന്ന ഇതിലെ എല്ലാ എലമെൻസിനെയും 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 3 മൈനസ് 3 0 6. 3 ഇൻറ്റു ഈ മാട്രിക്സ് എന്ന് പറയുമ്പോൾ മാട്രിക്സ് 9, എല്ലാവരെയും 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 9 15 12 18 ആണ്. ഇനി ഈ രണ്ട് മാട്രിക്സുകളുടെ സം എന്ന് പറയുമ്പോൾ മാട്രിക്സ് 2x പ്ലസ് 3 ഈ രണ്ട് മാട്രിക്സുകളുടെ സം എന്ന് പറയുമ്പോൾ മാട്രിക്സ് 2x പ്ലസ് 3 2z പ്ലസ് മൈനസ് 3 അത് 2z മൈനസ് 3 ഇത് വരും. 2y പ്ലസ് 0 അത് 2y വരും. 2t പ്ലസ് 6 അത് 2t പ്ലസ് 6. ഓക്കെ, ഈക്വൽ ടു മാട്രിക്സ് 9 15 12 18. ഈ രണ്ട് മാട്രിക്സുകൾ തുല്യമായതുകൊണ്ട് കറസ്പോണ്ടിങ് എൻട്രീസ് ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രിയും ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി ഈക്വൽ ആയിരിക്കും. അപ്പോൾ 2x പ്ലസ് 3 എന്ന് പറയുന്നത് 9 ആയിരിക്കും. അപ്പോൾ 2x എന്ന് പറയുന്നത് 6 ആയിരിക്കും. അതുകൊണ്ട് x എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി 2y എന്ന് പറയുന്നത് 12 ആയിരിക്കും. അതുകൊണ്ട് y എന്ന് പറയുന്നത് 6 ആയിരിക്കും. 2z മൈനസ് 3 എന്ന് പറയുന്നത് 15 ആണ്. അതുകൊണ്ട് തന്നെ 2z എന്ന് പറയുന്നത് 18 ആയിരിക്കും. അതുകൊണ്ട് z എന്ന് പറയുന്നത് 9 ആയിരിക്കും. അതുപോലെ 2t പ്ലസ് 6 എന്ന് പറയുന്നത് 18 ഈക്വൽ ആയിരിക്കും. 2t പ്ലസ് 6 എന്ന് പറയുന്നത് 18 ആയിരിക്കും. അപ്പോൾ 2t എന്ന് പറയുന്നത് 18 മൈനസ് 6 12 ആയിരിക്കും. t എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, നമ്മൾ ആ 4 അൺനോൺസ് നമുക്ക് കിട്ടി. അടുത്ത ചോദ്യം, ഇഫ് മാട്രിക്സ് x പ്ലസ് y 2 z പ്ലസ് 5 xy ഈസ് ഈക്വൽ ടു മാട്രിക്സ് 6 2 5 8 ഫൈൻഡ് XY Z. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അത് ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യാം. അടുത്ത ചോദ്യം ഇതാണ്. ഇഫ് 3x പ്ലസ് 2y ഈക്വൽസ് മാട്രിക്സ് 2 മൈനസ് 2 മൈനസ് 1 5 ആൻഡ് 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു മാട്രിക്സ് 2 3 4 0 ഫൈൻഡ് മാട്രിക്സസ് x ആൻഡ് y. ഇതാണ് ചോദ്യം. രണ്ട് മാട്രിക്സുകൾ തമ്മിലുള്ള രണ്ട് റിലേഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യത്തെ റിലേഷൻ ഇതാണ് 3x പ്ലസ് 2y ഈസ് ഈക്വൽ ടു മാട്രിക്സ് 2 മൈനസ് 2 മൈനസ് 1 5. രണ്ടാമത്തെ റിലേഷൻ ഇതാണ് 2x പ്ലസ് 3y സമം മാട്രിക്സ് 2 3 4 0. രണ്ട് അൺനോൺ മാട്രിക്സുകൾ തമ്മിലുള്ള ബന്ധം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആ അൺനോൺ മാട്രിക്സുകളും കണ്ടുപിടിക്കണം. ഓക്കെ, തന്നിരിക്കുന്ന ഡേറ്റ എഴുതുക. ആദ്യം തന്നിരിക്കുന്ന റിലേഷൻസ് എക്സും വൈയും രണ്ട് അൺനോൺ മാട്രിക്സുകളാണ്. അവർ തമ്മിലുള്ള രണ്ട് റിലേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആ രണ്ട് റിലേഷൻസ് നമ്മൾ എടുത്തെഴുതുക. ലെറ്റ് 3x പ്ലസ് 2y ഈസ് ഈക്വൽ ടു മാട്രിക്സ് 2 മൈനസ് 2 മൈനസ് 1 5. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു മാട്രിക്സ് 2 3 4 0. നമുക്ക് മെത്തേഡ് ഓഫ് എലിമിനേഷൻ ഉപയോഗിച്ച് എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ സെയിം ആക്കാൻ വേണ്ടി ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ 2 ആണ്, ഇവിടെ 3 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു, സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുന്നു. ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ ഇവിടെ കോഎഫിഷ്യൻ്റ് വൈയുടെ കോഎഫിഷ്യൻ്റ് സെയിം ആക്കാൻ വേണ്ടി ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ ത്രൂ ഔട്ട് 3 കൊണ്ട് ഗുണിക്കുന്നു, സെക്കൻഡ് ഇക്വേഷനെ ത്രൂ ഔട്ട് 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ
3 ഇൻറ്റു ഇക്വേഷൻ 1. ഫസ്റ്റ് ഇക്വേഷൻ ത്രൂ ഔട്ട് 1 കൊണ്ട് ഗുണിക്കുന്നു. ഫസ്റ്റ് ഇക്വേഷൻ ത്രൂ ഔട്ട് നമ്മൾ 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 3y, ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 6y, ഇതിനെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന മാട്രിക്സ് എന്ന് പറയുന്നത് മാട്രിക്സ് എല്ലാവരെയും 3 കൊണ്ട് ഗുണിക്കണം. 6 - 3 15. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. സെക്കൻഡ് ഇക്വേഷൻ ത്രൂ ഔട്ട് 2 കൊണ്ട് ഗുണിക്കുക. 2 ഇൻറ്റു ഇക്വേഷൻ 2 ഗീവ്സ്, ഇവിടെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4x, ഇവിടെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 6y, ഇവിടെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ മാട്രിക്സ് 4 6 8 0. സെക്കൻഡ് ഇക്വേഷൻ ത്രൂ ഔട്ട് 2 കൊണ്ട് ഗുണിച്ചു. ഇപ്പോൾ ഇവിടെ വൈയുടെ കോയഫിഷ്യൻറ്റ് സെയിം ആയിട്ട് വന്നു. 3 - 4 അപ്പോൾ 9x - 4x എന്ന് പറയുമ്പോൾ 5x വരും. 6y - 6y 0 മാട്രിക്സ് ആണ്, അത് എഴുതേണ്ട കാര്യമില്ല. RHS സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മാട്രിക്സ് 2 6 - 4 ദാറ്റ് ഈസ് 2 - 6 - 6 -12 -3 - 8 -11 15 - 0 അത് 15 ആണ്. അപ്പോൾ 5x ഈസ് ഈക്വൽ ടു മാട്രിക്സ് 2 - 12 -11 15 ആണ്. ഓക്കെ, അപ്പോൾ 5x എന്ന് പറയുന്ന മാട്രിക്സ് 2 - 12 -11 15 ആണ്. Therefore x സമം മാട്രിക്സ് 1/5 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ 1/5 ഇൻറ്റു മാട്രിക്സ് 2 - 11 -12 15 ആണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന മാട്രിക്സ് ഈ 1/5 കൊണ്ട് അകത്തേക്ക് ഗുണിക്കുക. മാട്രിക്സ് 2/5 -12/5 -11/5, 3 1/5 കൊണ്ട് അകത്തേക്ക് ഗുണിച്ചു. അപ്പോൾ ക്യാപിറ്റൽ എക്സ് കിട്ടി. ഈ ക്യാപിറ്റൽ എക്സ് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ക്യാപിറ്റൽ എക്സ് ഇൻ 1. അപ്പോൾ 2 ഇൻറ്റു മാട്രിക്സ് 2/5 -12/5 -11/5 3 + 2y ഈസ് ഈക്വൽ ടു മാട്രിക്സ് 2 - 2 -1 5. ഈ 3 അകത്തേക്ക് ഗുണിക്കുമ്പോൾ മാട്രിക്സ് 6/5 -36/5 -33/5 9 + 2y ഈക്വൽസ് മാട്രിക്സ് 2 - 2 -1 5. ഈ മാട്രിക്സ് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ 2y സമം മാട്രിക്സ് 2 - 2 -1 5 മൈനസ് മാട്രിക്സ് 6/5 -36/5 -33/5 9. ഇനി ഈ രണ്ട് മാട്രിക്സിൽ ഡിഫറൻസ് കാണാം. അപ്പോൾ 2y സമം മാട്രിക്സ് 2 - 6/5 -2 - +36/5 -1 -1 +33/5 5 - 9 -4 വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2y സമം മാട്രിക്സ് 4/5 26/5 28/5 -4 എന്ന് വരും. അപ്പോൾ y സമം ഹാഫ് ഇൻറ്റു മാട്രിക്സ് 2 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1/2 1/2 ഇൻറ്റു മാട്രിക്സ് 4/5 26/5 28/5 -4 ആവും. ഹാഫ് കൊണ്ട് അതേ ഗുണിക്കുക. ക്യാപിറ്റൽ y സമം മാട്രിക്സ് 2/5 13/5 14/5 ആൻഡ് -2. അപ്പോൾ ആ രണ്ട് മാട്രിക്സുകൾ നമ്മൾ എക്സും വൈയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇഫ് ക്യാപിറ്റൽ എ പ്ലസ് ക്യാപിറ്റൽ ബി, എയും ബിയും രണ്ട് അൺനോൺ മാട്രിക്സുകളാണ്, അവർ തമ്മിലുള്ള രണ്ട് റിലേഷൻസ് തന്നിട്ടുണ്ട്. ഇഫ് ക്യാപിറ്റൽ എ പ്ലസ് ക്യാപിറ്റൽ ബി സമം മാട്രിക്സ് 7025 ആൻഡ് ക്യാപിറ്റൽ എ മൈനസ് ക്യാപിറ്റൽ ബി സമം മാട്രിക്സ് 3003, ഫൈൻഡ് മാട്രിക്സസ് എ ആൻഡ് ബി. രണ്ട് മാട്രിക്സുകൾ തമ്മിലുള്ള ബന്ധം നമ്മൾ തന്നിട്ടുണ്ട്. നമുക്ക് ആ മാട്രിക്സുകൾ കണ്ടുപിടിക്കണം. നിങ്ങളത് ഹോംവർക്കായിട്ട് ചെയ്യുക. അടുത്ത ചോദ്യം ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എ സമം മാട്രിക്സ് 201 2 1 3 1 -1 0 ഫൈൻഡ് a² + 5a + 6i. ഇതാണ് ചോദ്യം. എ എന്ന മാട്രിക്സ് ഒരു മാട്രിക്സ് എ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a² + 5a + 6i ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. തന്നിരിക്കുന്ന മാട്രിക്സ് എഴുതുക. എ സമം മാട്രിക്സ് 201 2 1 3 1 -1 0. ആദ്യം a² കണ്ടുപിടിക്കാം. a² ഈസ് ഡിഫൈൻഡ് ആസ് a ഇൻറ്റു എ ആണ്. അപ്പോൾ എ എന്ന് പറയുമ്പോൾ മാട്രിക്സ് 201 2 1 3 1 -1 0 ഇൻറ്റു മാട്രിക്സ് 201 2 1 3 1 -1 0. ഈ രണ്ട് മാട്രിക്സുകളുടെ പ്രോഡക്റ്റ് കാണാൻ വേണ്ടി റോ കോളം മൾട്ടിപ്ലിക്കേഷൻ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. റോ കോളം മൾട്ടിപ്ലിക്കേഷൻ റൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എടുക്കുക, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഗുണിച്ചു കൂട്ടുക. ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റും ഗുണിക്കുക, ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റും ഗുണിക്കുക, ഇവിടുത്തെ തേർഡ് എലമെൻറ്റും ഇവിടുത്തെ തേർഡ് എലമെൻറ്റും ഗുണിക്കുക. എന്നിട്ടെല്ലാം കൂടെ കൂട്ടിയിട്ട് ഫസ്റ്റ് റോയിൽ എഴുതുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഗുണിച്ച് കൂട്ടി ഫസ്റ്റ് റോയിൽ എഴുതുക. 2 × 2 4 0 × 2 ദാറ്റ് ഈസ് 0 1 × 1 ദാറ്റ് ഈസ് 1 4 + 0 + 1. ഇതാണ് ഫസ്റ്റ് റോയിലെ ആദ്യത്തെ എലമെൻറ്റ്. റോ കോളം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കറസ്പോണ്ടിങ് എൻട്രീസ് ഗുണിച്ച് കൂട്ടി ഫസ്റ്റ് റോയിൽ എഴുതി. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം കറസ്പോണ്ടിങ് എൻട്രീസ് ഗുണിച്ച് കൂട്ടി ഫസ്റ്റ് റോയിൽ എഴുതുക. 2 × 0 0 + 0 × 1 0 + 1 × -1 ദാറ്റ് ഈസ് -1.
ഇനി ഫസ്റ്റ് റോ തേർഡ് കോളം കറസ്പോണ്ടിങ് എൻട്രീസ് കൂടി കൂട്ടി ഫസ്റ്റ് റോയിൽ എഴുതുക. 2 into 1 that is 2 പ്ലസ് 0 into 3 0 പ്ലസ് 1 into 0 that is 0. അപ്പോൾ ഫസ്റ്റ് റോ വെച്ചുള്ള ഓപ്പറേഷൻസ് നമ്മൾ കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോയിലേക്ക് വരിക. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 2 into 2 that is 4 plus 1 into 2 that is 2 plus 3 into 1 that is 3. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം കറസ്പോണ്ടിങ് എൻട്രീസ് കൂടി കൂട്ടി സെക്കൻഡ് റോയിൽ എഴുതി. ഇനി സെക്കൻഡ് റോ സെക്കൻഡ് കോളം കറസ്പോണ്ടിങ് എൻട്രീസ് കൂടി കൂട്ടി സെക്കൻഡ് റോയിൽ എഴുതുക. 2 into 0 0 plus 1 into 1 1 plus 3 into minus 3 that is minus 3. ഇനി സെക്കൻഡ് റോ തേർഡ് കോളം കറസ്പോണ്ടിങ് എൻട്രീസ് കൂടി കൂട്ടി സെക്കൻഡ് റോയിൽ എഴുതുക. 2 into 1 that is 2 plus 1 into 3 that is 3 plus 3 into 0 that is 0. അപ്പോൾ സെക്കൻഡ് റോ വെച്ചുള്ള ഓപ്പറേഷൻസ് കഴിഞ്ഞു. ഇനി തേർഡ് റോയിലേക്ക് വരിക. തേർഡ് റോ ഫസ്റ്റ് കോളം കറസ്പോണ്ടിങ് എൻട്രീസ് കൂടി കൂട്ടി തേർഡ് റോയിൽ എഴുതുക. തേർഡ് റോ ഫസ്റ്റ് കോളം കറസ്പോണ്ടിങ് എൻട്രീസ് കൂടി കൂട്ടുക. 2 into 1 that is 2 plus minus 1 into 2 that is minus 2 plus 0 into 1 that is 0. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം കറസ്പോണ്ടിങ് എൻട്രീസ് കൂടി കൂട്ടി തേർഡ് റോ ഫസ്റ്റ് കോളം കറസ്പോണ്ടിങ് എൻട്രീസ് കൂടി കൂട്ടി തേർഡ് റോയിൽ എഴുതുക. 1 into 0 that is 0 plus minus 1 into 1 that is minus 1 plus 0 into minus 1 that is 0. ഇനി തേർഡ് റോ തേർഡ് കോളം കറസ്പോണ്ടിങ് എൻട്രീസ് കൂടി കൂട്ടി തേർഡ് റോയിൽ എഴുതുക. 1 into 1 that is 1 plus 1 into minus 1 into 3 that is minus 3 plus 0 into 0 that is 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ മാട്രിക്സ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 -1 2 9 -2 5 0 -1 -2. ഇനി 5 into എ കാണാൻ എയിലെ എല്ലാ എൻട്രീസിനെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ മാട്രിക്സ് 10 0 5 10 5 15 5 -5 0. ഇനി 6 into I എന്ന് പറയുന്നത് ഇവിടെ I എന്ന് പറയുന്ന ഈ ചോദ്യത്തിൽ I എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിറ്റി മാട്രിക്സ് I എന്താണെന്ന് ഇവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും I എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മാട്രിക്സ് ഓഫ് ഓർഡർ 3 ആണെന്നുള്ള മനസ്സിലാക്കിക്കോണം. അവരെടുത്ത് പറഞ്ഞിട്ടില്ല. I എന്ന് പറയുന്നത് ഈ ചോദ്യത്തിൽ വ്യക്തമാണ് ഐഡൻറ്റിറ്റി മാട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. അപ്പം ഓർഡർ 3 ആണ്. അപ്പോൾ 6 into I എന്ന് പറയുമ്പം 6 into 1 0 0 0 1 0 0 0 1 ആണ്. ദാറ്റ് ഈസ് 6I എന്ന് പറയുമ്പോൾ മാട്രിക്സ് 6 0 0 0 6 0 0 0 6. എ സ്ക്വയർ പ്ലസ് 5 into എ പ്ലസ് 6I കാണാം. നമുക്ക് എ സ്ക്വയർ കണ്ടു, 5A കണ്ടു, 6I കണ്ടു. ഇനി നമുക്കിതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ സ്ക്വയറും 5Aയും 6Iയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാട്രിക്സ് ഇതാണ്. മാട്രിക്സ് 21 -1 7 19 2 20 5 -6 -4 ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എട്ടാമത്തെ ചോദ്യം, 8th ക്വസ്റ്റിലേക്ക് പോകാം. ഇഫ് എ സമം മാട്രിക്സ് 2 3 4 റോ മാട്രിക്സ് 2 3 4 ബി സമം കോളം മാട്രിക്സ് 2 -1 -3 ഫൈൻഡ് എ ഇൻറ്റു ബി. ഇതാണ് ചോദ്യം. തന്നിരിക്കുന്ന ഡേറ്റ നമുക്ക് എടുത്തെഴുതാം. എ സമം മാട്രിക്സ് 2 3 4 ബി സമം മാട്രിക്സ് കോളം മാട്രിക്സ് 2 -1 -3. നമുക്ക് എ ഇൻറ്റു ബി കണ്ടുപിടിക്കണം. എ ബി കാണുന്നതിന് മുമ്പ് ഈ രണ്ട് മാട്രിക്സുകൾ തമ്മിൽ ഗുണിക്കാൻ പറ്റുന്ന മാട്രിക്സുകളാണോ നമുക്ക് നോക്കാം. ആദ്യത്തെ മാട്രിക്സിൻ്റെ കോളംസിൻ്റെ എണ്ണം 3 ആണ്. രണ്ടാമത്തെ മാട്രിക്സിൻ്റെ റോസിൻ്റെ എണ്ണം 3 ആണ്. അപ്പോൾ ഇവർ തമ്മിൽ ഗുണിക്കാവുന്ന മാട്രിക്സുകളാണ്. ആദ്യം അത് ഉറപ്പിക്കുക നിങ്ങൾ. ഇനി ഗുണിച്ചാൽ കിട്ടുന്ന മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ആ എൻഡുകൾ എടുത്താൽ മതി. 1 by 1 ആയിരിക്കും. ഗുണിച്ചാൽ കിട്ടുന്ന മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1 by 1 മാട്രിക്സ് ആയിരിക്കും. നമുക്ക് ആ പ്രോഡക്റ്റ് മാട്രിക്സ് എ ബി കണ്ടുപിടിക്കാം. എ ബി സമം മാട്രിക്സ് 2 3 4 ഇൻറ്റു മാട്രിക്സ് 2 -1 -3. മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് റോ കോളം മൾട്ടിപ്ലിക്കേഷനുള്ളതാണ്. ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് കോളം എടുക്കുക, കറസ്പോണ്ടിങ് എൻട്രീസ് ഗുണിച്ചു കൂട്ടി ഫസ്റ്റ് റോയിൽ എഴുതുക. 2 into 2 4 plus 3 into -1 -3 plus 4 into -3 that is -12. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കറസ്പോണ്ടിങ് എൻട്രീസ് ഗുണിച്ചു കൂട്ടി ഫസ്റ്റ് റോയിൽ എഴുതുക. അപ്പോൾ മാട്രിക്സ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മാട്രിക്സ് -11 എന്ന് വരും. ഇതാണ് ആ പ്രോഡക്റ്റ് മാട്രിക്സ് എ ബി. ഇതിൻ്റെ ഓർഡർ 1 by 1 ആണ്. അടുത്ത ചോദ്യം, ഇഫ് എ സമം മാട്രിക്സ് കോളം മാട്രിക്സ് 2 3 4 ആൻഡ് ബി സമം മാട്രിക്സ് 2 -1 4 ഫൈൻഡ് എ ബി. തന്നിരിക്കുന്ന മാട്രിക്സുകൾ എഴുതുക. എ സമം കോളം മാട്രിക്സ് 2 3 4 ബി സമം കോളം റോ മാട്രിക്സ് 2 -1 4. ആദ്യം ഗുണിക്കുന്നതിന് മുമ്പ് അത് ഗുണിക്കാൻ പറ്റുന്ന മാട്രിക്സുകളാണോ നോക്കാം. ആദ്യത്തെ മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3 റോസും ഒരു കോളം ആണല്ലോ. അപ്പോൾ 3 by 1 ആണ്. രണ്ടാമത്തെ മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1 by 3 ആണ്. അപ്പോൾ ഇവിടുത്തെ കോളംസിൻ്റെ എണ്ണവും ഇവിടുത്തെ റോസിൻ്റെ എണ്ണവും സെയിം ആണ്. അപ്പോൾ ഗുണിക്കാൻ പറ്റുന്ന മാട്രിക്സുകളാണ്. ഇനി ഗുണിച്ചാൽ കിട്ടുന്ന മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എൻഡുകൾ എടുത്താൽ മതി. 3 by 3 ഒരു വലിയ മാട്രിക്സ് ആയിരിക്കും. 3 by 3 മാട്രിക്സ് ആയിരിക്കും ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് പ്രോഡക്റ്റ് മാട്രിക്സ് എ ബി കണ്ടുപിടിക്കാം. എ ഇൻറ്റു ബി സമം മാട്രിക്സ് 2 3 4 ഇൻറ്റു മാട്രിക്സ് 2 -1 4.
ഇനി മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ റോ കോളം മൾട്ടിപ്ലിക്കേഷൻ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് കോളം എടുക്കുക. ഇവിടെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എടുക്കുക. ഫസ്റ്റ് റോയിൽ ഒരു എലമെൻറ്റേ ഉള്ളൂ, ഫസ്റ്റ് കോളത്തിൽ ഒരു എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ അവർ ഗുണിച്ചാൽ മാത്രം മതി. ഒന്നിലധികം ഉണ്ടെങ്കിലേ നമുക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ഗുണിച്ച് കൂട്ടി ഫസ്റ്റ് റോയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 മാത്രമേ വരത്തുള്ളൂ. ഒന്നിലധികം ഉണ്ടെങ്കിലേ നമുക്ക് കൂട്ടിയാൽ മതി. ഇവിടെ ഗുണിക്കുന്ന കാര്യം മാത്രമേ വരുന്നുള്ളൂ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഓരോ എലമെൻറ്റുകളെ വരത്തുള്ളൂ, അതുകൊണ്ട് ഗുണിക്കുക. ഒന്നിലധികം ഉണ്ടെങ്കിൽ കൂട്ടിയാൽ മതി. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 4 വരും. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം -2 വരും. ഫസ്റ്റ് റോ തേർഡ് കോളം 8 വരും. ഫസ്റ്റ് റോ വെച്ചുള്ള പരിപാടി കഴിഞ്ഞു. സെക്കൻഡ് റോയിലേക്ക് വരിക. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 6, സെക്കൻഡ് റോ സെക്കൻഡ് കോളം -3, സെക്കൻഡ് റോ തേർഡ് കോളം 12 വരും. ഇനി തേർഡ് റോ ഫസ്റ്റ് കോളം അത് 8, തേർഡ് റോ സെക്കൻഡ് കോളം -4, തേർഡ് റോ തേർഡ് കോളം അത് 16 ആണ് വരുന്നത്. ഇപ്പോൾ 3/3 മാട്രിക്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം മാട്രിക്സസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ഈ പ്രോബ്ലംസ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം വീഡിയോ പോസ് ചെയ്ത് കൃത്യമായിട്ട് നോട്ട് എഴുതുക. എന്നിട്ട് ആ നോട്ട് പഠിക്കുക. എന്നിട്ട് വേണം നിങ്ങൾ അടുത്ത വീഡിയോ കാണാൻ വേണ്ടി. അപ്പോൾ അടുത്തത് ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക്